നിങ്ങൾക്കറിയാമോ, ഈ ലോകത്ത് 5 പേരെ എടുക്കുമ്പോൾ ഒരാളെങ്കിലും തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിലൂടെ കടന്നുപോയിട്ടുള്ളവരാണെന്നോ? എന്നിട്ടും നമ്മളെല്ലാവരും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കാൻ എപ്പോഴും മടിക്കാറുണ്ട്. കാരണം ആൾക്കാരെ ജഡ്ജ്മെൻറ്റും സ്റ്റിഗ്മയും കാരണം. അപ്പം ഏതൊരു കാര്യം സ്റ്റിഗ്മയായിരുന്നു. സ്റ്റിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അവന് വട്ടാണ്, അല്ലെങ്കിൽ ആണുങ്ങളെ കരയാൻ പാടില്ല, അങ്ങനെ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ ഒതുക്കിക്കളയാൻ വിചാരിക്കും എല്ലാവരും ജഡ്ജ് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ ഏതൊരു കാര്യവും അതിനെപ്പറ്റി ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ സ്റ്റിഗ്മയായിട്ട് തന്നെ ഇരുന്നേനെ. ഇപ്പം മെഡിസിൻ ഫീൽഡ് അത് ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആവണതിന് മുന്നേ ഒരു ചരിത്രമുണ്ട് അതിന്. അത് മെഡിസിൻ ഫീൽഡ് തുടങ്ങിയ ടൈമിലൊക്കെ ഡോക്ടർമാരൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ പോയി പറയുമായിരുന്നു. അതായത് നമുക്ക് ശാരീരിക ആരോഗ്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചികിത്സിക്കാം. ചികിത്സ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ഡോക്ടർമാർ വീട്ടിൽ പോയി പറഞ്ഞ് അതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെയാണ് അതിനെ മാറ്റിയെടുത്തത്. അതേപോലെ തന്നെയാണ് മെൻ്റൽ ഹെൽത്തും. ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് മാനസികാരോഗ്യം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മ മാറ്റാൻ നമ്മളെല്ലാവരും ഒന്നിച്ച് പരിശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റിഗ്മ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ? അപ്പോൾ ഇതെങ്ങനെ മാറ്റിയെടുക്കാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.